താമരശ്ശേരി കട്ടിപ്പാറയിൽ ലഹരി മാഫിയ സംഘം മധ്യവയസ്കരെ മർദ്ദിച്ചതായി പരാതി. കട്ടിപ്പാറ പഞ്ചായത്തിലെ ചന്ദ്രനാണ് പരിക്കേറ്റത്. ഇന്നലെ വൈകിട്ട് 7 മണിക്ക് സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു മർദ്ദനം. അഖില CP വിവരങ്ങളുമായി ചേരുകയാണ്. അഖില, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് സംബന്ധിച്ച് പോലീസ് എന്താണ് പറയുന്നത്? ഇവർ തമ്മിൽ മുൻവൈരാഗ്യമുണ്ടായിരുന്നോ? എങ്ങനെയാണ് ഈ പ്രശ്നമുണ്ടാകുന്നത്? മധു, മുൻവൈരാഗ്യത്തിന്റെ പേരിലല്ല. അതായത് ഈ ചന്ദ്രൻ എന്ന് പറയുന്നാൽ ഇന്നലെ രാത്രി ഏകദേശം 7 മണിയോടുകൂടെ വീട്ടിൽ പോവുകയായിരുന്നു. അപ്പോൾ റോഡിന്റെ മധ്യത്തിൽ വെച്ച് വിജയൻ എന്ന് പറയുന്ന ഒരാൾ മദ്യം വിൽക്കുകയായിരുന്നു. അതായത് സമീപത്ത് മദ്യം വിൽക്കുകയായിരുന്നു. അത് ചോദ്യം ചെയ്തു. അതായത് തനിക്ക് വണ്ടി മാറ്റണം, വണ്ടിയുടെ ഉള്ളിൽ വെച്ച് തന്നെയായിരുന്നു വിജയന്റെ മദ്യ വിൽപ്പന. പക്ഷേ തനിക്ക് വണ്ടി മാറ്റിത്തരണം, തനിക്ക് പോകണമെന്ന് ചന്ദ്രൻ ആവശ്യപ്പെട്ടതോടുകൂടി പ്രകോപനമായി. അതിനെ തുടർന്നാണ് വിജയൻ ചന്ദ്രനെ മർദ്ദിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിജയൻ മാത്രമല്ല, ഇത്തരത്തിൽ ഇവർ തർക്കം തുടരുന്നത് കണ്ട് വിജയന്റെ മക്കളായ വിഷ്ണു, വിനീത് എന്നിവരെത്തിയും ഇത്തരത്തിൽ ചന്ദ്രനെ മർദ്ദിച്ചു എന്നാണ് ഇപ്പോൾ താമരശ്ശേരി പോലീസിൽ നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. എന്തായാലും ഇപ്പോൾ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചന്ദ്രൻ ചികിത്സയിലാണ്. മറ്റു കാര്യങ്ങളെല്ലാം പോലീസ് അന്വേഷിച്ചു വരികയാണ്. ശരി, അഖിലാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഈ മർദ്ദനമേറ്റ വ്യക്തി ചന്ദ്രന്റെ പ്രതികരണം കൂടി നമുക്ക് ലഭ്യമാണ്. അതിലേക്ക് പോകാം. റോഡിന്റെ നടുക്ക് നിന്ന് വിജയന് മദ്യം വിൽപ്പനായിരുന്നു. അങ്ങനെ അവൻ്റെ വണ്ടി മാറ്റാൻ പറഞ്ഞപ്പോൾ അവൻ എന്നോട് റോങ്ങായി എന്നെ ഉന്തി തള്ളിയിട്ട് അവന് പിന്നെ എന്നെ കൊല്ലുന്നോന്ന് വിളിച്ചു പറഞ്ഞ് പിന്നെ ഓൻ്റെ മക്കളെ വിളിച്ചു വരുത്തി. മക്കളും ഓനോടി 3 പേരോട് കൂടിയിട്ട് എന്നെ മർദ്ദിക്കുകയാണ്. അതിൽ തലക്കടിച്ച് അടി ഞാൻ തടുത്തതാണ് ഈ കൈക്ക് പറ്റിയത്. പിന്നെ ആ തലക്ക് ഇവിടെ പരിക്കുണ്ട്, പിന്നെ പുറത്തൊക്കെ നല്ല പരിക്കുണ്ട്. പിന്നെ ഈ വിജയൻ്റെ മോനെ കഞ്ചാവ്, മയക്കുമരുന്നെല്ലാം വിൽക്കുന്ന ആളാണ്. അങ്ങനെയാണ് ഓനും നല്ല തരിപ്പിലായിരുന്നു. അങ്ങനെയാണ് സംഭവം ഉണ്ടാകുന്നത്.